ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ തന്നെ പ്രതീക്ഷിക്കുക. കാരണം ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കരുതി വെച്ചിരിക്കുന്നു. ഇന്നത്തെ ഷാലോം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ വന്ദനം ചെയ്യുമ്പോൾ 31-ാം സങ്കീർത്തനത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കുന്നു. ഈ വചനം നിങ്ങൾ സ്വീകരിച്ചോ? ജൂൺ മാസം 2-ാമത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലിന് ഈ വചനം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് തരുന്ന വചനങ്ങളെ നിങ്ങൾ ആ വചനം പറയുകയും അതിന് ആമേൻ പറയുകയും ചെയ്യുമ്പോൾ ആ വചനത്തിന് ശക്തിയുണ്ട്. ആ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ഹൃദയത്തിലേക്കും കുടുംബത്തിലേക്കും വിടുതലുമായി കടന്നു വരും. ഹല്ലേലൂയ. ഈ വാക്യം ഇങ്ങനെയാണ്. 31-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യം. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്, നന്മ സംഗ്രഹിച്ചിട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മറ്റുള്ളവർ കാണുക അത്ഭുതങ്ങൾ ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കണ്ടായോ? ദൈവത്തിൽ നിന്ന് വലിയ കാര്യം പ്രതീക്ഷിച്ചോ? കാരണം ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാനിരിക്കുകയാ. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യത്തിൽ യാതൊരു പ്രതീക്ഷകളോ അതിനനുസരിച്ചുള്ള സാധ്യതകളോ നിങ്ങളുടെ കുടുംബത്തിൽ കാണില്ലായിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ കാണില്ലായിരിക്കാം. പക്ഷേ ഇതൊരു പ്രവചന ദൂതായി നിങ്ങൾ ഏറ്റെടുത്തോ. ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. എന്ന് പറഞ്ഞ് വൻ കാര്യങ്ങളെ ചെയ്യും. അപ്പൊ വൻ കാര്യങ്ങളെ ചെയ്യുമെന്ന് ഞാനത് പറയുവാനോ അല്ലെങ്കിൽ ഞാനത് പ്രതീക്ഷിക്കുവാനോ കഴിയുമ്പോഴാണ് ദൈവം കരുതി വെച്ച, സംഗ്രഹിച്ചു വെച്ച വൻ കാര്യങ്ങൾ എന്നിലേക്ക് ദൈവം അയച്ചു നൽകുന്നത്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതം ഒരു അത്ഭുതത്തിന്റെ ജീവിതമാകണം. അത്ഭുതം കാണുന്ന ജീവിതമാകണം. മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു അത്ഭുതമായി മാറണം. അതിനുവേണ്ടിയ ദൈവം അസാധാരണ ശോധനകൾ അനുവദിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കില്ലാത്ത അസാധാരണ പ്രശ്നവും അസാധാരണ ശോധനയും ഉണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങൾ ഒരു അത്ഭുതമായി മാറും. അവിടെയാണല്ലോ അത്ഭുതം നടക്കുന്നത്. അസാധ്യതകളുടെ നടുവിൽ അമാനുഷികമായി ഒരു വിടുതൽ നടക്കുമ്പോഴാണ് അതിന് അത്ഭുതം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സാധ്യതകളില്ല, എല്ലാം പ്രതികൂലമെന്ന് പറയുന്ന അനുഭവത്തിലൂടെ നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം. ദൈവം ഒരു അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അപ്പം ജീവിതം അത്ഭുതത്തിന്റെ ജീവിതമാകണമെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഒരു അത്ഭുതമായി മാറണമെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ ശോധന ധാരാളം, ഇന്നത്തെ നിങ്ങളുടെ പരിശോധനകൾ ധാരാളമാണ്. നിങ്ങൾ അതിനെ പഴിക്കണ്ട. കർത്താവ് തന്ന ശോധനയുടെയും പരിശോധനയുടെയും ആഴവും വ്യാപ്തിയും ഉയരവും വീതിയും ഒക്കെ അനുസരിച്ചാണ് നിങ്ങളുടെ അത്ഭുതത്തിന്റെ വ്യാപ്തിയും വർദ്ധിക്കുന്നത്. ഹല്ലേലൂയ. വലിയ അത്ഭുതം കാണേണ്ടവർ വലിയ ശോധനയിലൂടെ പോകേണ്ടി വരും. വലിയ അത്ഭുതമായി മാറേണ്ടവർ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ ജീവിതം വലിയ ശോധനയിലൂടെയാണ് പോകുന്നതെങ്കിൽ, വലിയ ത്യാഗത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ വലിയൊരു അത്ഭുതമായി മാറും. ആമേൻ. യോസേഫ് കടന്നുപോയ ത്യാഗവും, യാക്കോബ് കടന്നുപോയി അനുഭവിച്ച ത്യാഗവും, അബ്രഹാം പരിശോധിക്കപ്പെട്ടപ്പോൾ കൊടുത്ത വിലയൊക്കെ അസാധാരണ വിലയാണ്. ദാവീദ് കടന്നുപോയ പരിശോധനകൾ, യോബ് കടന്നുപോയ കഷ്ടതയുടെ ആഴങ്ങൾ, പൗലോസ് അനുഭവിച്ച വേദനകൾ, ദൈവപുത്രനായ യേശു താൻ തന്നെ അനുഭവിച്ച പരിഹാസങ്ങളും നിന്ദയും ഉപദ്രവവും. അപ്പൊ ഇതൊക്കെയല്ലേ അവരെ അത്ഭുതത്തിന്റെ ഭാഗമാക്കി മാറ്റിയത്, അവരുടെ ലൈഫ് തന്നെ ഒരു അത്ഭുതമായി മാറിയത്. നിങ്ങളുടെ ജീവിതം ചേർത്ത് വെക്കുവാൻ. ഹല്ലേലൂയ. അതെ, യേശു അത്ഭുതം ചെയ്യുന്നവനാ. നിങ്ങളെ ചേർത്ത് പണിയുമ്പോൾ നിങ്ങൾ ഒരു അത്ഭുതമായി മാറും. നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതത്തിന്റെ ജീവിതമായി മാറട്ടെ. ഞാൻ പറഞ്ഞു, അതിനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ട്, അതിനുള്ള പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും നിങ്ങൾക്കുണ്ട്. ഒരു അത്ഭുതത്തിന്റെ സാക്ഷിയായി മാറാനുള്ള എല്ലാ യോഗ്യതയും നിങ്ങളിലുണ്ട്. ആമേൻ. ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റും. ഹല്ലേലൂയ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ഈ 126-ാം സങ്കീർത്തനം മുഴുവൻ ഒന്ന് വായിച്ചോണം. ദൈവം നിങ്ങളിൽ അത്ഭുതം ചെയ്യുന്ന ജാതികൾ പറയും, ദൈവം ഞങ്ങളിൽ അത്ഭുതം ചെയ്യുന്ന അന്ന് നിങ്ങളും പറഞ്ഞ് സന്തോഷിക്കും. ആ സങ്കീർത്തനത്തിന്റെ 2-3 വാക്യമാണ് ഞാൻ പറഞ്ഞത്. ദൈവം അവരുടെ ഇടയിൽ അത്ഭുതം ചെയ്തെന്ന് ജാതികൾ പറയും, ഞങ്ങളിൽ അത്ഭുതം ചെയ്തെന്ന് ഞങ്ങളും പറഞ്ഞ് സന്തോഷിക്കും. ഈ ഒരു അനുഭവം ഈ ജൂൺ മാസത്തിൽ നിങ്ങളിൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ വിഷയങ്ങളുടെ മേലും ദൈവം അത് ചെയ്തു തരട്ടെ. ഹല്ലേലൂയ.
ലൂക്കോസിന്റെ സുവിശേഷം 1-ാം വാക്യത്തിൽ ഇരിക്കുന്നു, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അതെ, ശക്തനായവൻ നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. ദൈവത്തിൽ നിന്ന് വലുത് പ്രതീക്ഷിക്കുക. ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിന്റെ മക്കൾ ഒരു അത്ഭുതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒരു അത്ഭുത ജീവിതത്തിൽ നടക്കുവാൻ, അത്ഭുതമായി മാറുവാനുമുള്ള ശോധനകളിലൂടെ കടന്നു പോകുന്നു. അവർ വിശ്വാസത്തോടു കൂടി അത് പ്രാപിപ്പാൻ ഇടയാകട്ടെ. അതിന്റെ സാക്ഷിയായി മാറട്ടെ. അവിടുന്ന് പിന്തിരിപ്പിക്കുവാൻ ഇടയാകാൻ ഒരു ശക്തി അവരെ അതിൽ നിന്ന്, ആ അത്ഭുതം കാണുന്നതിൽ നിന്ന് അവരെ പുറകോട്ട് പിടിക്കാതെ ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ ഇടയാക്കണം. അവരുടെ ജീവിതം ഒരു അത്ഭുതമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ ഇവരിലൂടെ നടക്കട്ടെ. ഇവർ മുഖാന്തരം അത്ഭുതങ്ങൾ അനേകർ കാണട്ടെ. ഇവരൊരു അത്ഭുതമായി മാറട്ടെ. ഇവരുടെ ശോധനയും കഷ്ടതയും കർത്താവെ വലിയ പരാജയങ്ങളെല്ലാം അനേകം മുമ്പാകെ ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യമായി മാറട്ടെ. ദൈവം അതിന്റെ നടുവിൽ വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നതിനായി നന്ദി. ഒരു വൻ കാര്യം ചെയ്യാനുള്ള സാഹചര്യം ഈ മക്കളിൽ ഉള്ളത് കൊണ്ട് സ്തോത്രം. വൻ കാര്യങ്ങൾ ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ. ഈ സന്ദേശം കുറെ പേർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യണം. God bless you. Have a miracle day.